ഞാൻ 2 ഇംഗ്ലീഷ് വാക്കുകൾ പറയാം. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, മറ്റൊന്ന് മാനേജ്മെൻറ്റ്. ഈ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്? പലവരും വിചാരിക്കുക ഇതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണെന്നാണ്. പലപ്പോഴും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റെന്നും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. എവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയേണ്ടതെന്നും എവിടെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയേണ്ടതെന്നും വലിയ ധാരണ ഉണ്ടാവാറില്ല. നമുക്കൊന്ന് തിരിച്ചറിഞ്ഞ് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക ഒരു പോളിസി ഡിസിഷൻ എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു പ്രത്യേക കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കലും അതിനെക്കുറിച്ചുള്ള ചിന്തകളുമാണ് അഡ്മിനിസ്ട്രേഷൻ്റെ പിറകിലുണ്ടാവുക. ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം ചെയ്ത് തീർക്കുന്ന നടപ്പാക്കുന്ന കാര്യമാണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൽ അത് എങ്ങനെ ചെയ്യണമെന്നും ആര് ചെയ്യുമെന്നും എപ്പോൾ ചെയ്യുമെന്നും ഏത് രീതിയിൽ ചെയ്യുമെന്നും എന്ത് ചെയ്യുമെന്നും ഒക്കെയുള്ള തീരുമാനങ്ങളുണ്ടാവും. അപ്പോൾ എന്തിനു വേണ്ടി എന്ന് തീരുമാനിക്കുന്നതാണ്, എന്ത് ചെയ്യണം എന്തിനു വേണ്ടി എന്ന് തീരുമാനിക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. അതെങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് മാനേജ്മെൻറ്റ്. പലപ്പോഴും മാനേജ്മെൻറ്റ് എന്ന വാക്ക് കോർപ്പറേറ്റ് സർക്കിളുകളിലും അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പൊതുഭരണ ഭാഗത്തുമാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ തുടക്കകാലത്ത് അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പൊതുവിൽ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, ഏകദേശ വ്യത്യാസം അറിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വാക്കുകളുടെ അർത്ഥം തെറ്റുകൂടാതെ നമുക്ക് പറയാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ്. ഒരേ അർത്ഥമെന്ന് തോന്നുന്ന ഒന്നിലധികം വാക്കുകൾ നമ്മുടെ മുന്നിൽ എപ്പോഴും എത്തും. ഇത് ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലായ്പ്പോഴും നിൽക്കാറുണ്ട്. ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മളുടെ സംസാരം കൃത്യമാകും, ഭാഷ ശുദ്ധമാകും. ഇംഗ്ലീഷിലുള്ള ഇതുപോലെ ഒരേപോലെ അർത്ഥമെന്ന് തോന്നുന്ന ധാരാളം വാക്കുകൾ ഇനിയുമുണ്ട്. ഇതുപോലുള്ള വാക്കുകൾ ഞാൻ ഇനിയും തേടിപ്പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അതിൻ്റെ അർത്ഥവ്യത്യാസമായിട്ട് വരാം. ഈ വീഡിയോ കേട്ടിട്ട് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എത്തിച്ചു കൊടുത്താൽ പക്ഷേ അവരുടെ സംസാരവും അവരുടെ ഭാഷയും കുറച്ചുകൂടി നന്നാവും. ഓക്കെ, ഇതുപോലുള്ള വാക്കുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.